ചെറിയൊരു ഗ്യാപ്പിന് ശേഷം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് Cherrypicks. ഒരുപാട് നാളിന് ശേഷം അച്ഛനും അമ്മയൊക്കെ മോൻ്റെ ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാഞ്ഞത്. അപ്പോൾ വീണ്ടും നമ്മൾ നല്ല അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട, ഒരു മീൻ വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. ഞാനിന്നിപ്പം മൺചട്ടിയിലാണ് പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. ഏത് പാത്രത്തിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അതിനേക്കാട്ടിലും എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഏത്തപ്പഴം മാത്രം മതി. അപ്പോൾ അധികം പഴുത്തു പോകാത്ത ഒരു ഏത്തപ്പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നടുവിലത്തെ കറുത്ത ഭാഗം ഞാൻ കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ കളയണമെന്ന് നിർബന്ധമില്ല. ഒരുപാട് പഴുത്തുപോയ ഏത്തപ്പഴം ആവല്, പച്ച ഏത്തപ്പഴം ആവല്. അതോടൊപ്പം തന്നെ 2 എരിയുള്ള പച്ചമുളകും കൂടി സ്ലിറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സാക്കിയിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചൊരു 10 മിനിറ്റാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഏത്തപ്പഴം നല്ലപോലെ സോഫ്റ്റായിട്ട് വരണം. ഒരു സ്പൂൺ വെച്ചിട്ട് മുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നല്ലപോലെ ഉടഞ്ഞ് കിട്ടണം. ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തേങ്ങയുടെ അരമുറിയിലും കുറച്ച് കുറവ് മതി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകവും ഉപ്പും ചേർത്ത് കുറേശ്ശെ വെള്ളം ചേർത്ത് ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നല്ല മഷി പരുവത്തിന് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ ഏത്തപ്പഴമൊക്കെ ഇതുപോലെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ അരയ്ക്കുമ്പോൾ അതിൽ പച്ചമുളക് ചേർക്കാതിരിക്കുമ്പോഴാണ് പുളിശ്ശേരിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. നല്ലപോലെ ഇത് മിക്സാക്കി എടുക്കാം. ഒരു 2-3 മിനിറ്റ് നിന്ന് നല്ലപോലെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ പുളിശ്ശേരി ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്കിനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് 2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ തൈരോളം ചേർത്ത് കൊടുത്താൽ മതിയാവും. മിക്സിയിൽ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഉടച്ചെടുത്ത തൈര് ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചതിന് ശേഷം വേണം ഇളക്കി ചേർത്ത് കൊടുക്കാനായിട്ട്. തൈര് ചേർത്തതിന് ശേഷം പുളിശ്ശേരി തിളപ്പിക്കാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങ് ലൂസായി പോകും, ടേസ്റ്റും കിട്ടില്ല. തൈര് ചേർത്തതിന് ശേഷം മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ചെറുതായിട്ടൊന്ന് പത വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം. തൈര് തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ നല്ലപോലെ ചൂടായി ഇതുപോലെ പതച്ച് നമ്മുടെ സ്പൂണിൽ നിന്ന് കുറച്ച് ആവിയൊക്കെ വരാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. പഴത്തിന് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്ത് തളിച്ച് കൊടുക്കണം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. കടുക് വറുക്കാനായിട്ട് ഒരു ചെറിയ കടായിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുകും ഉലുവായും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് പൊട്ടിച്ചെടുക്കും. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു നുള്ളു മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കളറൊക്കെ കിട്ടും. നമുക്കിനി ഇത് പുളിശ്ശേരിയിലേക്ക് താളിച്ച് ചേർക്കാം. ഇതോടുകൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴം പുളിശ്ശേരി അല്ലെങ്കിൽ ഏത്തപ്പഴം പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ ഇതുവരെ ഏത്തപ്പഴം പുളിശ്ശേരി ട്രൈ ചെയ്യാത്തവർ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഒരുപാട് പേര് ഓൾറെഡി ട്രൈ ചെയ്യുന്ന റെസിപ്പി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മോൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അച്ഛനും അമ്മയും നാനിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നാനിയുടെ ഒരു സ്പെഷ്യൽ കടുമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വളരെ ഈസിയാണ്. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ ഞാൻ മോൻ്റെ ബർത്ത്ഡേയുടെ വ്ളോഗൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത്രയും ദിവസം ഞാൻ വീഡിയോ ഇടാതിരുന്നപ്പോഴും നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.